ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫംഗസുകളെ കുറിച്ചാണ്. അതായത് ഭൂമിയിൽ നമ്മൾ ജീവികളെ ഏകദേശം 5 കിങ്ഡങ്ങളായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. അതായത് ബാക്ടീരിയകളുടെ കിങ്ഡം, മൊണീറ, പിന്നെ അമീബയൊക്കെയുള്ള പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം. അങ്ങനെ മൂന്നാമത്തെ കിങ്ഡം ഫംഗൈ, അതിലുള്ള മെമ്പേഴ്സാണ് ഫംഗസുകൾ അഥവാ കൂണുകളുടെയൊക്കെ വർഗത്തിലുള്ള ഫംഗസുകൾ. അപ്പം അതിനെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്യാരക്ടർ അക്ലോറോഫില്ലസ് ആണ്. അതായത് ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണമൊന്നും നടത്താനുള്ള കഴിവില്ല. ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സാപ്രോഫൈറ്റിക് ആണ് അല്ലെങ്കിൽ പാരാസൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളെയാണ് ഇവർ ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാപ്രോഫൈറ്റിക് ആണ് അല്ലെങ്കിൽ പാരാസൈറ്റിക് ആയിരിക്കും. അതായത് എന്താ പറയുക, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായിരിക്കും. അതുപോലെ യൂക്കാരിയോട്ടിക് ആണ്. ഇവരെല്ലാം തന്നെ യൂക്കാരിയോട്ടിക് ആണ്. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. മറ്റ് സെൽ ഓർഗനലൈസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അങ്ങനെയുള്ള ഗോൾജി ബോഡി, അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസും ഇവർക്ക് ഉണ്ട്. യൂക്കാരിയോട്ടിക് ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സ്പോർ പ്രൊഡ്യൂസിങ് ആണ്. ഈ ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള അസെക്ഷൽ ആയിട്ടുള്ളതും സെക്ഷൽ ആയിട്ടുള്ളതൊക്കെ സ്പോർ പ്രൊഡ്യൂസിങ്. ഫോർ എക്സാമ്പിൾ സുവോസ്പോർ, കൊണീഡിയോസ്പോർ, പിന്നെ ബസീഡിയോസ് സെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസീഡിയോസ്പോർ, ആസ്കോസ്പോർ, ഊസ്പോർ, ഇങ്ങനെ പല രീതിയിലുള്ള സ്പോറുകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അക്ലോറോഫില്ലസ് ആണ്, സാപ്രോഫൈറ്റിക് ആണ്, സ്പോർ പ്രൊഡ്യൂസിങ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് സെൽ വാൾ ഉണ്ട്, പ്ലാന്റ്സിനെ പോലെ തന്നെയാണ് സെൽ വാൾ ഉണ്ട്. പക്ഷേ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കൈറ്റിനാണ്. അതേസമയം പ്ലാന്റ്സിലൊക്കെ ചെടികളിലൊക്കെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇനി ഈ കൈറ്റിനാണെങ്കിൽ തന്നെയും ആനിമൽ കിങ്ഡത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആനിമൽ കിങ്ഡത്തിൽ ഈ ഈ എന്താ പറയുക, ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഇൻസെക്ട്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ള എക്സോസ്കെൽറ്റനിലാണ് എന്ത് കാണുക? പൊതുവെ ഈ കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കാണുക. പക്ഷേ അത് ഇവിടെ ഈ ഫംഗസിൽ ഉണ്ട്. അപ്പോൾ ഒരു ആനിമൽ ക്യാരക്ടർ ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടർ. അപ്പോൾ അക്ലോറോഫില്ലസ്, സാപ്രോഫൈറ്റിക് ഓർ പാരാസൈറ്റിക്, യൂക്കാരിയോട്ടിക്, സ്പോർ പ്രൊഡ്യൂസിങ് ആൻഡ് സെൽ വാൾ കൺസിസ്റ്റിംഗ് ഓഫ് കൈറ്റിൻ, അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു താലസാണ്. ഇതിൻ്റെ മണ്ണുകൾ, നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലകളുടെ അടിയിലൊക്കെ വെള്ള നിറത്തിലുള്ള ഒരു പാട പോലെ കാണാൻ പറ്റും. ഈ പാടയാണ് സത്യത്തിൽ നമ്മളെ ഈ ഫംഗസിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സയൻറ്റിഫിക്കലി മൈസീലിയം എന്നാണ് വിളിക്കുക. ഈ മൈസീലിയം ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ഫിലമെൻറ്റ്സ് കൊണ്ടാണ്. ഈ ഫിലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഫേ എന്നാണ്. ഹൈഫേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, ഹൈഫ ആണ് സിംഗുലർ. അപ്പോൾ ഈ ഹൈഫയുടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈസീലിയം എന്ന് വിളിക്കുക. അപ്പോൾ ഇത് മണ്ണ് മൊത്തം, നമ്മൾ വിചാരിക്കേണ്ട ഭൂമിയിൽ എവിടെയും ഫംഗസ് ഇല്ലാതെ ഉണ്ട് എന്നുള്ളത്. എല്ലാ സ്ഥലത്തും മണ്ണിൽ ഓരോ ഭാഗത്തും, നനവുള്ള എല്ലാ ഭാഗത്തും ഈ മൈസീലിയം കാണും. ഇത് നമുക്ക് മഴക്കാലത്ത് ഇത് കാണാൻ വളരെ എളുപ്പമാണ്. എല്ലാ മണ്ണിൻ്റെ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വെള്ള നിറത്തിലുള്ള പാട കാണാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ട ഫംഗസിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഫംഗസിൻ്റെ ഏകദേശം എത്ര ഫംഗസുകൾ ഭൂമിയിൽ ഉണ്ടാകും, എത്ര തരം ഫംഗസുകൾ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50,000-ഓളം ഫംഗസുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൽ തന്നെ ഇനിയും എത്രയോ കണ്ടുപിടിക്കാനുണ്ട്. ഏകദേശം 14 ലക്ഷത്തോളം ഫംഗസ് ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് ഏകദേശമുള്ളൊരു എസ്റ്റിമേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റുഡൻസിന് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഈ മേഖലയിലുണ്ട്. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനത്തിന് മൈക്കോളജി എന്നാണ് വിളിക്കുക. ഫംഗൽ ബയോളജിക്ക് മൈക്കോളജി എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ആദ്യകാലത്തുള്ള ആൻറ്റൺ ഡി ബാരിയെ പോലെയുള്ള ആളുകളെ ആണ് നമ്മൾ ഇതിൻ്റെ ഫാദർ ഓഫ് മൈക്കോളജി എന്ന് അറിയപ്പെടുന്ന. അങ്ങനെയുള്ള ചില ബേസിക് നോളജും നമ്മളിതിൻ്റെ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് മൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്കോളജി എന്നുള്ള അലക്സോ പൗലോസ് എന്ന് പറയുന്ന ഓഥറിൻ്റെ പുസ്തകം. അതൊക്കെ ഏത് കുട്ടികളും
വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടറാണ് ഈ പ്രത്യേകിച്ച് പാരസൈറ്റിക് ഫംഗസുകളിൽ ഹോസ്റ്റോറിയം എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഫോം ചെയ്യാറുണ്ട്. അത് ഈ സെല്ലിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാണ്ട് എന്ന ഒരു ഫങ്ഷനാണ് അത് ചെയ്യുന്നത്. പിന്നെ ഫംഗസുകളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പറയാതെ പറ്റില്ല. കാരണം ഫംഗസുകൾ അറിയപ്പെടുന്നത് തന്നെ സ്കാവെഞ്ചേഴ്സ് ഓഫ് എർത്ത് എന്നാണ്. സ്കാവെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ചപ്പ് ചവറുകൾ നീക്കം ചെയ്യുന്ന ആൾ എന്നാണ്. എന്താണ് ഭൂമിയിലെ ചപ്പ് ചവറുകൾ? അതായത് ഭൂമിയിൽ മരിച്ചു പോയ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും മണ്ണിലേക്ക് തിരിച്ച് ലയിപ്പിക്കുന്നത് ഈ ഫംഗസുകളാണ്. കാരണം ഫംഗസിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററാണ്. അപ്പോൾ അതിൻ്റെ ജീവിതമാണത്. പക്ഷേ ആ ഫംഗസ് ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് സകല ഡെഡ് ബോഡിയും അല്ലെ സകല മരിച്ച അല്ലെ കരിഞ്ഞ ഇലകൾ ഒന്നും തന്നെ മണ്ണിലേക്ക് അലിയില്ല. അപ്പോൾ അതില്ലാത്ത ഒരു ലൈഫ് ഭൂമിയിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. ഫംഗസാണ് ഇതിനെല്ലാം തിരിച്ച് മണ്ണിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അതായത് ജിയോ കെമിക്കൽ സൈക്ലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ണിയാണ് ഈ ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗസിന് സ്കാവെഞ്ചർ ഓഫ് എർത്ത് എന്നൊരു പേര് കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിക്കണം. അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2 തരമാണുള്ളത്, അസെക്ഷലും സെക്ഷലും. അസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാ ഫംഗസുകളും അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക. അതായത് സെക്ഷൽ മെത്തേഡ്സ് ഒന്നും തന്നെ ഇല്ല, ഗാമേറ്റ് ഇല്ല, അങ്ങനത്തെ യാതൊരു ടെക്നിക്കും ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള അസെക്ഷൽ മെത്തേഡ്സ് പൊതുവെ 4 തരമുണ്ട്. അതിലൊന്നാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഫ 1-2 പീസുകളായി പൊട്ടുന്നു. ആ പൊട്ടിയ ഓരോ പീസും പുതിയൊരു മൈസീലിയമായിട്ട് വളരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നത്. പിന്നൊന്നാണ് ഈ ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയിലൊക്കെ കാണുന്ന പോലെ ഒരു പാരൻറ്റ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും അത് രണ്ടും പുതിയ ഇൻഡിവിജ്വൽസായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ ഈസ്റ്റുകളിലൊക്കെ, അതായത് പലവിധം സക്കാറോമൈസിസ് സ്പീഷീസിലൊക്കെ അത് കണ്ടുവരുന്നുണ്ട്. പിന്നെ വേറൊരു മെത്തേഡാണ് ബഡ്ഡിങ്. അതും ഈസ്റ്റിലാണ് കാണുന്നത്. ഈസ്റ്റിൽ ഒരു പാരൻറ്റ് സെല്ല് ഒരു ചെറിയൊരു ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബഡ് പിന്നെയും വലുതായിട്ട് പുതിയൊരു ഇൻഡിവിജ്വലായിട്ട് മാറും. അത് പൊതുവേ ഈസ്റ്റിന്, അതുകൊണ്ട് തന്നെ ഈസ്റ്റിന് നമ്മൾ ബഡ്ഡിങ് ഈസ്റ്റ് എന്നൊരു പേര് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസെക്ഷൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ ഒരു സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സുവോസ്പൊറാഞ്ചിയം എന്നാണ് അത്തരം സ്പൊറാഞ്ചിയങ്ങളെയൊക്കെ വിളിക്കുക. ആ സ്പൊറാഞ്ചിയത്തിലുണ്ടാകുന്ന സ്പോറിനെ സുവോസ്പോർ എന്ന് വിളിക്കും. അത് മോട്ടയിലാണ്, മൂവിങ് ആയിട്ടുള്ള സ്പോറാണ്. ഇനി ചില സ്പോറുണ്ട് അത് മൂവ് ചെയ്യില്ല. അങ്ങനെ മൂവ് ചെയ്യാത്ത സ്പോർസിനെ നമ്മൾ അപ്ലാനോസ്പോർ എന്നാണ് വിളിക്കുക. അപ്ലാനോസ്പോർ. ഓക്കെ, ഇനി എത്രയൊക്കെയാണ് അസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത്. ഇനി സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ടൊരു ഫ്യൂഷൻ സെല്ലൊക്കെ ഉണ്ടായിട്ട് മിയോസിസൊക്കെ നടന്ന ശേഷം മിയോസിസൊക്കെ നടന്നിട്ട് ആ ഒരു രീതിയിൽ അതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. എന്നിട്ടുണ്ടാകുന്ന സ്പോറുകൾ പലതരത്തിലുണ്ട്. മിയോസിസൊക്കെ നടന്നിട്ട് ബസീഡിയോസ്പോർ, ആസ്കോസ്പോർ, ഊസ്പോർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്പോർസ് ഉണ്ടാകും. അതിൻ്റെ ബേസിലാണ് ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫംഗസിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. മറ്റുള്ള ഫംഗസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേറൊരു സെഷനിലൂടെ പറയും.